നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. എല്ലാവർക്കും അറിയാം, ഞാൻ ഉടുമ്പൻചോലയിൽ ഈ പ്രാവശ്യം മത്സരിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് തെങ്ങിൻ തോപ്പാണ് നമ്മുടെ അടയാളം. തെങ്ങിൻ തോപ്പ് കേരളത്തിൽ ഏറ്റവും ഐശ്വര്യപൂർണമായ, കേരളത്തിൽ എന്നും തിങ്ങി നിൽക്കുന്ന ആ തെങ്ങിൻ തോപ്പ് മനസ്സിൽ എല്ലാവരും വിചാരിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വൻപിച്ച വോട്ട് നൽകി വിജയിപ്പിക്കണമെന്നാണ് നിങ്ങളോട് ആദ്യമായി തന്നെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വലിയൊരു മാറ്റത്തിന് വേണ്ടി. കാരണം ഇന്ന് ദേശീയ ജനാധിപത്യം സഖ്യം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ്. അതാണ് ശരിയായ രാഷ്ട്രീയം. പ്രവൃത്തിയിലൂടെ നിങ്ങൾ യോഗ്യമാവുന്നു. എന്താണ് രാഷ്ട്രീയത്തിൽ, രാഷ്ട്ര നന്മയ്ക്കായിട്ട് എന്താണ് നമുക്ക് ഈ ജനങ്ങൾക്ക് ചെയ്യേണ്ടത്, അതെല്ലാം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഇവിടെ ഉണ്ടാകണമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വിജയക്കൊടി ഇവിടെ പാറിക്കണം. അതിന് നിങ്ങൾ എല്ലാവരോടും എന്നോടൊപ്പം ഉണ്ടാവണം. നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എല്ലാവർക്കും ഒരുമിക്കാം. നമുക്കായി ഒന്നായി മുന്നേറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ, അത് ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ വോട്ടവകാശം, ആ വോട്ടവകാശത്തിലൂടെ തന്നെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുക. LDF കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഇവിടെ മത്സരിച്ചിട്ടും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ഒരുപാട് പദ്ധതികളും വാഗ്ദാനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പദ്ധതികളെല്ലാം തന്നെ വളരെയധികം മോശമായ അവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത്. അഴിമതിയുടെ കാര്യത്തിലായാലും കെടുകാര്യസ്ഥതയുടെ കാര്യത്തിലായാലും അവരെല്ലാം, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ടൂറിസം മേഖലയിൽ ഒരു ഉദാഹരണം, ടേക്ക് എ ബ്രേക്ക് എന്നുള്ള സംവിധാനത്തിൽ ഇവിടെ ഒരുപാട് മന്ദിരങ്ങൾ പണിതിട്ടുണ്ടെങ്കിലും ടൂറിസം മേഖല അത് എന്ത് ഉപയോഗം ഇവരുടെ നാട്ടിലെ ജനങ്ങൾക്കോ അതിൽ ടൂറിസ്റ്റുകളായി ഇവിടെ വന്നെത്തുന്നവർക്കോ അത് നൽകിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു വട്ടപൂജ്യമായിരിക്കും. അപ്പോൾ ആ ടേക്ക് എ ബ്രേക്ക് എന്നുള്ള ആ സംവിധാനം എന്ന് എനിക്ക് പറയാനുള്ളത് ഈ LDFനോടും ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് തന്നെയാണ്. കാരണം അവരൊരു ബ്രേക്ക് എടുത്ത് ഇരിക്കണം. കാരണം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വികസന കാഴ്ചപ്പാട് ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു അവസരം എന്തായാലും NDA സ്ഥാനാർത്ഥികളിലൂടെ അത് സാധ്യമാകണം. അത് ഇന്നത്തെ ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു ഭാഗമെങ്കിലും അവർക്ക് അതിൻ്റെ അനുഭവം അവരുടെ ഉള്ളിലെത്താനായിട്ട് സാധിക്കും. ഉടുമ്പൻചോലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ അറിയാം, നല്ലൊരു ശതമാനം ആദ്യത്തെ പാർലമെൻറ്റ് ഞാൻ തന്നെ നിൽത്തപ്പോൾ തന്നെ എന്നെ കൈവിട്ടിട്ടില്ല ഇവിടുത്തെ ജനങ്ങൾ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇന്ന് ഞാൻ അവരുടെ ഇടയിൽ പരിചിതമാണ്. സ്പൈസസ് ബോർഡിൻ്റെ ചെയർപേഴ്സൺ എന്ന നിലയിലും അവരുടെ ഏല കർഷകരുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, കർഷകരുടെയും ട്രേഡേഴ്സിൻ്റെയും, ഏലം കച്ചവടം ചെയ്യുന്നവരുടെയും ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായ ഇടപെടലുകൾ